ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്ത്രീകളും പുരുഷന്മാരും കുറേയൊക്കെ ഡിഫറെൻ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. അതായത് സ്വഭാവത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ നമ്മൾക്കറിയാം. ഇതിൽ എല്ലാ രീതിയിലും വ്യത്യസ്തരാണെന്നൊന്നും അല്ല കേട്ടോ. ചില കാര്യങ്ങളൊക്കെ ഒരേപോലെ ഉണ്ട്, എന്നാലും കൂടുതൽ കാര്യങ്ങളിലും രണ്ടും കുറച്ച് ഡിഫറെൻ്റ് ആണ്. സോ നമുക്ക് മിക്ക ആളുകൾക്കും ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എന്താ ഇപ്പം ചിന്തിക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റണില്ല എന്നുള്ളതാണ്. അതാണ് മിക്ക റിലേഷൻഷിപ്പിലും പ്രോബ്ലംസ് ആയിട്ട് വരുന്നതും. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറച്ചൊക്കെ സൈക്കോളജി മനസ്സിലാക്കുക എന്നുള്ളതാണ്. പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളുടെ സൈക്കോളജി മനസ്സിലാക്കി വെക്കുക, സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരുടെ സൈക്കോളജി മനസ്സിലാക്കി വെക്കുക. കാരണം നിങ്ങളെപ്പോലെ ആവില്ല അവർ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ സൈക്കോളജി എന്താണെന്നുള്ളത് കുറേയൊക്കെ മനസ്സിലാക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ എല്ലാ സ്ത്രീകളും ഒരേപോലെ ആകണമെന്നില്ല. അതായത് ഞാൻ ഈ പറയുന്ന സൈക്കോളജീസ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരിലും ഒരേപോലെ കാണണമെന്നില്ല. എന്നാൽ മിക്ക സ്ത്രീകളിലും, അതായത് വളരെ റെയർ ആയിട്ട് മാത്രം കുറച്ച് പേര് ഇതിൽ ഉൾപ്പെടുത്തില്ല, എന്നാലും മിക്ക സ്ത്രീകളിലും ഉള്ള സൈക്കോളജി തന്നെയാണ് ഞാൻ പറയാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും സ്ത്രീകളുടെ സൈക്കോളജി തന്നെയാണ്. നിങ്ങൾ വിചാരിക്കണ്ടാവും ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം, ഇതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു പോകുന്നവരായിരിക്കാം. പക്ഷേ നിങ്ങൾ എന്നൊന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺസ് എന്തൊക്കെയാണ്? മേ ബി നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ പാർട്ട്ണർക്ക് ഇഷ്ടമാവാത്തതുകൊണ്ടായിരിക്കാം, നിങ്ങൾ ചെയ്യുന്നതിൽ വരുന്ന മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, അതോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്തു തരുന്നുണ്ടാവില്ല, തിരിച്ചും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, അതായത് ഞാൻ ചെയ്യുന്ന വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അതിനുള്ള സൊല്യൂഷൻ വേണമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് സ്ത്രീകളുടെ കുറച്ച് സൈക്കോളജിയാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ പ്രോസസ്സിംഗ് ആണ്. അതായത് പലപ്പോഴും എല്ലാ സ്ത്രീകൾക്കും അവരുടെ ഇമോഷൻസ് സപ്രസ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ആരോടെങ്കിലൊക്കെ ഇവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ പുരുഷന്മാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവർ കൂടുതലും അവരുടെ ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാതെ സപ്രസ് ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് അതിന് കഴിയും. ആരോടും അങ്ങനെ ചിലപ്പോൾ പറയുണ്ടാവില്ല, ചിലപ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളോട് മാത്രം പറയുക, അങ്ങനെയായിരിക്കും ഇവർ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവർക്ക് പറയണം, ആരോടെങ്കിലും പറയണം. ഉള്ളിൽ ഒരിക്കലും ഇവർക്ക് വെക്കാൻ കഴിയില്ല. വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതൽ ടെൻഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് വ്യത്യാസമുണ്ട് സ്ത്രീകളുടെ കാര്യത്തിൽ. ഇവർക്ക് ഒരിക്കലും ഇവരുടെ ഫീലിങ്സ് സപ്രസ് ചെയ്തിരിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത്. അവർ കൂടുതലും അവരുടെ ഫീലിങ്സ് ഉള്ളിൽ ഒതുക്കുന്നതിന് പകരം മറ്റുള്ളവരോട് പറയാനാണ് ശ്രമിക്കുന്നുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം വരുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ അങ്ങനെയാണ്. അവർക്ക് അങ്ങനെ മൂടി വയ്ക്കാൻ അല്ലെങ്കിൽ ഉള്ളിൽ വെച്ച് ഒതുക്കി നടക്കാനൊന്നും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദേഷ്യം വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കുക, അത് സ്ത്രീകളുടെ സൈക്കോളജി അങ്ങനെയാണ്. അവർക്കൊരിക്കലും അതിന് കഴിയില്ല, നിങ്ങളെപ്പോലെ അവർക്ക് പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ ചീത്ത പറയാതിരിക്കുക കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് കുറേ പേരുടെ തോന്നിയിട്ടുള്ളൊരു കാര്യമാണത്. അവരവരുടെ പാർട്ട്ണറെ തെറ്റിദ്ധരിക്കാറുണ്ട്. ഇവിടെ നടക്കുന്ന A to Z കാര്യങ്ങളും പോയിട്ട് അവൾ അവരോട് പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കുന്ന കാര്യമാണ്. A to Z കാര്യങ്ങളൊന്നും പറയണ്ടാവില്ല, പക്ഷേ എന്നാലും അവർക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ അവർ പറയാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ്. അതായത് ഇപ്പം ഞങ്ങൾ സ്ത്രീകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഡയറക്റ്റായിട്ട് പറയുന്ന ആളുകളല്ല, ഓരോ ഹിൻഡ് കൊടുക്കും. അതായത് ഇപ്പോൾ കാണണം എന്നുണ്ടെന്ന് വിചാരിക്കാം, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ കാണണം എന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ പെൺകുട്ടി പറയാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക. അതല്ലെങ്കിൽ ഇന്ന് എനിക്കൊരു കല്യാണം ഉണ്ട്, ഇന്ന സ്ഥലത്താണ്, ഇന്ന സമയത്താണ് എന്നൊക്കെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. നിന്നെ കാണണം എന്നുണ്ടെന്ന് മാത്രം ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഡയറക്റ്റായിട്ട് ആൾ പറയില്ല, ബട്ട് ഓരോ ഹിൻറ്റുകൾ തരും. എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നുണ്ട് എന്നുള്ളതിന് തമ്മിലുള്ള ഒരു ഹിൻറ്റാണ് മാരേജ് ഉണ്ട് എന്നുള്ളത്. അപ്പം ഇത്തരത്തിൽ കുറച്ച് ഹിൻറ്റുകൾ തന്ന് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ നോക്കുന്നതല്ലാണ്ട് ഡയറക്റ്റായിട്ട് പറയുന്നത് കുറച്ച് കുറവായിരിക്കും. എന്നാൽ കുറച്ച് പേര് പറയുന്നവരുണ്ട്. എപ്പോഴും പറയില്ല എന്നല്ല, എങ്കിലും മിക്ക സമയത്തും അവർ ഓപ്പൺ ആയിട്ട് പറയാറില്ല. ബിക്കോസ് നിങ്ങളൊരു ഇനീഷ്യേറ്റീവ് എടുക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നുണ്ടാവുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ എപ്പോഴും ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ കണക്ഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇമോഷണലി കുറച്ചുകൂടി അറ്റാച്ച്ഡ് ആയിരിക്കണം എന്നുള്ളതാണ് വിചാരിക്കാറുള്ളത്. ഫിസിക്കൽ കണക്ഷനേക്കാൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് ഈ ഒരു ഇമോഷണൽ കണക്ഷന് കൊടുക്കാറുണ്ട്.
എന്ന് കരുതി ഫിസിക്കൽ കണക്ഷന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളതല്ല, പക്ഷേ ഇമോഷണൽ കണക്ഷനിലൂടെ മാത്രമാണ് ഇവർക്കൊരു ഫിസിക്കൽ കണക്ഷൻ ഫീൽ ചെയ്യുള്ളൂ. അതെല്ലാ സ്ത്രീകളും അങ്ങനെയാണ് കേട്ടോ. വളരെ റെയർ ആയിട്ട് ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതിൽ പറയുണ്ടാവും, അത് കുറച്ച് ആളുകൾ മാത്രം. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണ് ഇമോഷണൽ കണക്ഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇമോഷണൽ കണക്ഷൻ എങ്ങനെയാണ് വരിക വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ, അടുത്തിരിക്കുമ്പോൾ, അങ്ങനെ അതായത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ, അവർക്ക് വേണ്ടി കെയർ ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ തന്നെ കൂടുതലായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതിലൂടെ ഇമോഷണൽ കണക്ഷൻ അവർക്ക് എങ്ങനെ ബിൽഡ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. അതിന് ഒത്തിരി ഇമ്പോർട്ടൻസ് സ്ത്രീകൾ കൊടുക്കാറുണ്ട്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സെക്യൂരിറ്റി ആൻഡ് ട്രസ്റ്റ് ആണ്. അതായത് ഈ ഒരു വിശ്വാസം എന്ന് പറയുന്നതിന് വളരെയധികം പ്രാധാന്യം സ്ത്രീകൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിൽ ചെറിയ രീതിയിലൊരു വിശ്വാസക്കുറവ് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടെടുക്കാൻ കുറച്ച് റിസ്ക് ആണെന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. പക്ഷേ സ്ത്രീകളുടെ കാര്യത്തിൽ അത് കുറച്ച് കൂടുതലാണ്. അതായത് ഇവർ ചെറിയ രീതിയിലെങ്കിലും അവർക്ക് അവരുടെ പാർട്ട്ണറോട് ഒരു വിശ്വാസക്കുറവ് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടെടുക്കാൻ കുറച്ചധികം പ്രയാസമാണ്. കാരണം ഇവര് മീൻസ് ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ തന്നെ ചെറിയ രീതിയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ പാർട്ട്ണറെ കുറിച്ച് ചെറിയ രീതിയിലൊരു സംശയം നമ്മുടെ മനസ്സിലേക്ക് വന്നു വിചാരിക്കാം. പിന്നെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരും. സ്ത്രീകൾക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി വേറെ എന്തൊക്കെ കാര്യം ചെയ്യുകയാണെങ്കിലും ഞങ്ങൾക്ക് ചിന്ത വരുന്നത് സ്വാഭാവികമാണ്. അപ്പം അതുകൊണ്ട് സ്ത്രീകൾ ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ. പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകളാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസം എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും ഒരു രീതിയിലൊരു അതായത് ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ അതവിടെ പോയതുപോലെയാണ്. പിന്നെ സ്ത്രീകൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും അത് മാറ്റിയെടുക്കാനായിട്ട് കഴിഞ്ഞൊന്നും വരില്ല. പിന്നെ അത് മാറ്റാൻ പറ്റിയപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാഗ്രഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന പോലെ, അവർ കൺവിൻസ് ചെയ്യുന്ന പോലെ ഒരു മറുപടി നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആവാൻ സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വിശ്വാസം വീണ്ടെടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ വിശ്വാസം എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യം ഉണ്ട്. പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് അത് നഷ്ടമായാൽ തിരികെ എടുക്കാൻ പ്രയാസമുള്ളവരാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അതേപോലെ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ അവരെപ്പോഴും സെക്യൂർ ആയിരിക്കണം നിങ്ങളുടെ കൂടെ. അത് ഒത്തിരി അവർ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഒരേ സമയം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാകില്ലെന്ന് എനിക്കറിയില്ല. സത്യാവസ്ഥ അതാണ്. ഇവർക്ക് ഇപ്പോൾ ഒരേ സമയം നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഇവർ അടുക്കളയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോ. പക്ഷേ ഇവർ ഫോണിൽ സംസാരിക്കുന്നുണ്ടാവും. സംസാരിച്ചുകൊണ്ട് തന്നെ ഇവർക്ക് ചെയ്യാനായിട്ട് പറ്റും. പുരുഷന്മാർക്ക് പറ്റില്ല എന്നുള്ളതല്ല, പക്ഷേ ഇവർക്ക് ഒന്നിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സംസാരിച്ചുകൊണ്ട് ഇവർക്കും ചെയ്യാൻ പറ്റും, പക്ഷെ ഒരുപാട് നേരം അവർക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് കോൺസെൻട്രേഷൻ ഒന്നിലേ കിട്ടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ സ്ത്രീകളുടെ കാര്യം അങ്ങനെയല്ല, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾക്ക് അവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവർ ഫോൺ സംസാരിക്കുന്നുണ്ടാവും, വെജിറ്റബിൾസ് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ടാവും, അപ്പുറത്ത് അടുപ്പിൽ എന്തെങ്കിലും ഇങ്ങനെ ഇളക്കുന്നുണ്ടാവും. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ അല്ല 3-4 കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരേ സമയം ചെയ്യാനായിട്ട് കഴിവുള്ളവരാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ അതായത് എല്ലാ സ്ത്രീകളുടെ കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്ത്രീകളെ കുറിച്ചുള്ള സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ എല്ലാവരും കാണുന്നതും ഒക്കെയാണ്. ഇപ്പോൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. പക്ഷേ വലിയ രീതിയിൽ ആക്റ്റീവ് അല്ലാത്ത, വലിയ രീതിയിൽ ഒന്നിനെക്കുറിച്ചും അറിവില്ലാത്ത കുറേ പേരുണ്ട്. ഇപ്പോൾ നമുക്ക് വരുന്ന ക്ലയൻസ് ആണെങ്കിൽ തന്നെ അവർക്ക് വലിയ രീതിയിൽ ഇപ്പോൾ കുറേ കാര്യങ്ങൾ സംശയമുള്ള ആളുകളാണ്. ഇപ്പോൾ എത്ര വീഡിയോസ് കണ്ടു കഴിഞ്ഞാലും അവർക്കത് മതിയാവില്ല. എന്നാലും ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ വീഡിയോസാണ് അവർക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുക എന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിലൊക്കെ ഒരു കാര്യം ചെയ്താൽ മതി. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താലും മതി. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.